എല്ലാവർക്കും നമസ്കാരം. നമ്മളിന്ന് നോക്കാൻ പോകുന്നത് ഇതുവരെ ലോകം അറിയാത്ത നിങ്ങളുടെ ഹിഡൻ ടാലന്റ്, നിങ്ങളുടെ ഉള്ളിലെ യഥാർത്ഥ ശക്തി, നിങ്ങളുടെ യഥാർത്ഥ കഴിവുകൾ എന്താണ് എന്നുള്ള വിഷയമാണ്. അതിനായിട്ട് നമ്മൾ ടാരോ കാർഡിന് പുറമെ ജനറൽ കളക്റ്റീവ് റീഡിംഗ് ആയതുകൊണ്ട് തന്നെ ഒരു ജനറൽ ആയിട്ടുള്ള ഒരു ഇൻഫർമേഷൻ നമുക്ക് ഈ ആസ്ട്രോഡൈസിൽ നിന്നും നിങ്ങളിൽ ഒളിഞ്ഞിരിക്കുന്ന ഇതുവരെ ലോകം തിരിച്ചറിയാത്ത, മറ്റുള്ളവർ തിരിച്ചറിയാത്ത നിങ്ങളുടെ യഥാർത്ഥ ടാലന്റ് എന്താണ് എന്ന് നമുക്ക് നോക്കാം. അപ്പൊ നമുക്ക് ലഭിച്ചിരിക്കുന്നത് സാറ്റേൺ, ഏരീസ് ആൻഡ് 9th ഹൗസ്. ശനി മേടം രാശിയിൽ 9ാം ഭാവത്തിലാണ് ഇവിടെ കാണപ്പെടുന്നത്. അതായത് പുറം ലോകം എളുപ്പത്തിൽ തിരിച്ചറിയാത്ത, എന്നാൽ നിങ്ങളുടെ ഉള്ളിൽ ഒളിഞ്ഞിരിക്കുന്ന ആ ഹിഡൻ കഴിവുകൾ എന്തൊക്കെയാണെന്ന് നമ്മൾ ചോദിക്കുമ്പോൾ വളരെ ഷാർപ്പായിട്ടുള്ള, ശക്തവും അതുപോലെ തന്നെ ഒരു കൗതുകമുണർത്തുന്നതുമായിട്ടുള്ള ഒരു കോമ്പിനേഷനാണ് നമുക്ക് ലഭിച്ചിരിക്കുന്നത്. പ്രതിസന്ധികളെ തകർത്തെറിയാനുള്ള ഒരു ഒളിഞ്ഞിരിക്കുന്ന ഒരു വീര്യം നിങ്ങളിലുണ്ട് എന്നാണ് ഇത് കാണിക്കുന്നത്. നിങ്ങളൊരു ഹിഡൻ വാരിയർ ആണ്. ഏരീസ് എന്നത് അഗ്നിയുടെയും പോരാട്ട വീര്യത്തിന്റെയും രാശിയാണ്. അതോടൊപ്പം സാറ്റേൺ അതിൽ വന്നിരിക്കുന്നതാകുമ്പോൾ അതിന്റെ ശക്തി കൂട്ടുന്നു. അതായത് ശനി എന്ന് പറയുന്നത് കഠിനാധ്വാനത്തെയും അച്ചടക്കത്തെയും സൂചിപ്പിക്കുന്നു. അപ്പോൾ കഠിനാധ്വാനവും അച്ചടക്കവും ഉള്ള ശനി, അല്ലെങ്കിൽ അത് നൽകുന്ന ശനി അഗ്നി രാശിയിൽ, പോരാട്ട വീര്യത്തിന്റെ രാശിയിൽ വന്നിരിക്കുമ്പോൾ അതിന്റെ ശക്തി വളരെ പ്രബലമായിട്ട് കാണപ്പെടുന്നു. പുറമേക്ക് നിങ്ങൾ കാണപ്പെടുന്നത് ശാന്തരായിട്ടായിരിക്കും. എന്നാൽ ജീവിതത്തിൽ ഒരു വലിയ പ്രതിസന്ധി വന്നാൽ നിങ്ങൾ കാണിക്കുന്ന ആത്മവിശ്വാസവും പോരാട്ട വീര്യവും മറ്റുള്ളവരെ അത്ഭുതപ്പെടുത്തി കളയും. പരാജയപ്പെടാൻ വിസമ്മതിക്കുന്ന, എത്ര വീണാലും തിരികെ എഴുന്നേൽക്കുന്ന ഒരു സർവൈവർ ബൗണ്ട്, ഒരു സർവൈവർ ഇൻസ്റ്റിങ്ക്റ്റ് നിങ്ങൾക്കുണ്ട്. 9ാം ഭാവം കാണിക്കുന്നത് അഗാധമായ ജ്ഞാനവും തത്വചിന്തപരമായ കാഴ്ചപ്പാടും നിങ്ങൾക്കുണ്ടെന്നുള്ളതാണ്. അതായത് നിങ്ങളൊരു ഡീപ്പ് തിങ്കറാണ്. ഉന്നത വിദ്യാഭ്യാസം, തത്വചിന്ത, ദീർഘവീക്ഷണം എന്നിവയുമായി ബന്ധപ്പെട്ടതാണ് 9ാം ഭാവം. കാര്യങ്ങളെ വളരെ ആഴത്തിൽ നിരീക്ഷിക്കാനുള്ള ഒരു പ്രത്യേക കഴിവ് നിങ്ങൾക്കുണ്ട്. മറ്റുള്ളവർക്ക് വെറും ഉപരിപ്ലവമായി തോന്നുന്ന, അതായത് ബാഹ്യമായി അവർ ഒരു പുറമേ കാണുന്ന കാര്യങ്ങളിൽ ഒരു ധാരണയിലെത്തുമ്പോൾ, അല്ല അതാണെന്ന് വിശ്വസിക്കുമ്പോൾ, നിങ്ങൾക്ക് അതിന്റെ ആഴങ്ങളിലേക്ക് ഇറങ്ങിച്ചെന്ന് അതിന്റെ അർത്ഥം കണ്ടെത്താൻ ഒറ്റ നോട്ടത്തിൽ തന്നെ സാധിക്കും എന്നുള്ളതാണ് ഒരു പ്രത്യേകത. ഒരു മികച്ച ഉപദേശകനാകാനും, ആളുകളുടെ ഒരു ഗൈഡ്, ഒരു മെന്റോർ എന്ന രീതിയിലൊക്കെ പ്രവർത്തിക്കാനും അല്ലെങ്കിൽ വർദ്ധിക്കാനും, ആളുകളുടെ പ്രശ്നങ്ങൾക്ക് വ്യക്തമായ പരിഹാരം നിർദ്ദേശിക്കാനും ഈ കഴിവ് നിങ്ങളെ സഹായിക്കുന്നുണ്ട്, അല്ലെങ്കിൽ അതിന് സഹായിക്കും. മേടം രാശിയിലെ ശനി പലപ്പോഴും ഒരു ജീവിതത്തിന്റെ ആരംഭഘട്ടത്തിൽ, ഒരു തുടക്കത്തിൽ ചില തടസ്സങ്ങൾ നൽകുമെങ്കിലും സ്വന്തം അനുഭവങ്ങളിൽ നിന്ന് പഠിച്ച് കാര്യങ്ങൾ സ്വന്തമായി ചെയ്ത് വിജയിപ്പിക്കാനുള്ള, അതായത് ഒരു സെൽഫ് മെയ്ഡ് ആയിട്ട് വരാനുള്ള, കാര്യങ്ങൾ കെട്ടിപ്പടുക്കാനുള്ള ഒരു അസാധാരണമായ കഴിവ് നിങ്ങൾക്ക് മേടം രാശിയിലെ ശനി നിങ്ങൾക്ക് നൽകുന്നുണ്ട്. തനിച്ചൊരു സാമ്രാജ്യം കെട്ടിപ്പടുക്കാനുള്ള കഴിവ്. യു ആർ എ സെൽഫ് മെയ്ഡ് ലീഡർ. മറ്റുള്ളവരുടെ സഹായമില്ലാതെ തന്നെ വലിയ ഉത്തരവാദിത്തങ്ങൾ ഏറ്റെടുക്കാനും കഠിനമായ നിയമങ്ങൾ അല്ലെങ്കിൽ അച്ചടക്കം എന്നിവ പാലിച്ച് ലക്ഷ്യത്തിലെത്താനും നിങ്ങൾക്ക് സാധിക്കും. ഇവിടെ ഈ 9ാം ഭാവത്തിൽ ശനി വരുമ്പോൾ, ശനി എന്ന് പറയുന്നത് നീതിദേവനാണ്, നീതിയുടെ ദേവതയാണ്. നീതിദേവനായ ശനി 9ാം ഭാവത്തിൽ വരുമ്പോൾ ശരിക്ക് വേണ്ടി നിലകൊള്ളാനുള്ള ഒരു ആന്തരിക ശക്തി നിങ്ങൾക്കുണ്ടാകും. നിങ്ങൾ എപ്പോഴും ഒരു ശരിയുടെ പക്ഷത്ത് നിൽക്കുന്ന വ്യക്തിയായിരിക്കും. അന്ധമായ വിശ്വാസങ്ങൾക്കപ്പുറം ജീവിതത്തിന്റെ സത്യം എന്തെന്ന് മനസ്സിലാക്കാനുള്ള ഒരു ആത്മീയ അന്വേഷണം നിങ്ങളുടെ ഉള്ളിൽ ഒളിഞ്ഞു കിടപ്പുണ്ടാവും. ആളുകളെ അവരുടെ ഒരു ബാഹ്യരൂപം നോക്കിയല്ലാതെ അവരുടെ സ്വഭാവ ഗുണം കണ്ട് തിരിച്ചറിയാൻ, അല്ലെങ്കിൽ സ്വഭാവ ഗുണം മനസ്സിലാക്കാൻ, അത് മനസ്സിലാക്കിയ ആളുകളെ വേർതിരിച്ചറിയാൻ നിങ്ങൾക്കൊരു പ്രത്യേക കഴിവുണ്ടെന്നാണ് പറയുന്നത്. അപ്പോൾ നമുക്കിവിടെ കിട്ടിയിരിക്കുന്ന
ആസ്ട്രോഡയസിൽ നിന്ന് കിട്ടിയിരിക്കുന്ന എനർജി തന്നെ നമ്മളോട് ആദ്യമേ പറയുന്നത് പെട്ടെന്ന് ദേഷ്യം വരാതെ കാര്യങ്ങൾ ക്ഷമയോടെ ചെയ്യാനും, എന്നാൽ ആവശ്യമുള്ളപ്പോൾ സിംഹത്തെ പോലെ മുന്നോട്ട് വരാനും, ഉയർന്ന ചിന്താഗതിയിലൂടെയും അറിവിലൂടെയും ജീവിതത്തെ വിജയരഥത്തിലേക്ക് നയിക്കാനുമുള്ള അത്ഭുതകരമായ കഴിവുകളാണ് നിങ്ങളിൽ ഒളിഞ്ഞിരിക്കുന്നത്. ആദ്യമൊക്കെ ഇതൊന്ന് മനസ്സിലാക്കി വരാൻ നിങ്ങൾ തന്നെ അതൊന്ന് ആപ്ലിക്കബിൾ ആക്കാൻ, നിങ്ങൾ ഒരു പ്രായോഗിക തലത്തിലേക്ക് നിങ്ങൾക്ക് തന്നെ അതിനെ പ്രയോഗിക്കാൻ ആദ്യമൊക്കെ കുറച്ച് സമയമെടുത്താലും പ്രായമാകും തോറും ഈ കഴിവുകൾ കൂടുതൽ കൂടുതൽ പുറത്തു വരികയും നിങ്ങൾ മറ്റുള്ളവർക്കൊരു മാതൃകയായി മാറുകയും ചെയ്യുമെന്നുള്ളതാണ്. ഇതാണ് നമുക്ക് ആസ്ട്രോഡൈസ് നൽകുന്ന മനോഹരമായ എനർജി. നമുക്ക് ഇനി ടാരോ കാർഡ്സിലൂടെ വിശദമായിട്ട് നിങ്ങളുടെ ഹിഡൻ കഴിവുകളെ കുറിച്ച് നോക്കാം. പിന്റു റൂബി അനലിറ്റിക്കൽ ടാരോ പ്രേക്ഷകർക്ക് പുറം ലോകം അറിയാതെ അവരിൽ ഒളിഞ്ഞു കിടക്കുന്ന അവരുടെ കഴിവുകൾ എന്താണ്, മറഞ്ഞിരിക്കുന്ന കഴിവുകൾ എന്താണെന്ന് അറിയുന്നതിനായിട്ടാണ് നമ്മൾ ഈ റീഡിംഗ് എടുക്കുന്നത്. യൂണിവേഴ്സ് അവർക്കാവശ്യമായ എല്ലാ വിവരങ്ങളും ഇതിലൂടെ നൽകണമെന്ന് ആഗ്രഹിച്ചുകൊണ്ടാണ് നമ്മൾ ഈ കാർഡ് എടുക്കുന്നത്. യൂണിവേഴ്സിന്റെ കയ്യിലുള്ള ആ രഹസ്യം നമ്മൾ യൂണിവേഴ്സിൽ നിന്ന് ചോദിച്ചെടുക്കുകയാണ്. ഓക്കെ, ആസ് യൂഷ്വൽ നമ്മൾ ഇൻറ്റ്യൂട്ടീവ്ലി ആണ് കാർഡ് സെലക്ട് ചെയ്യുന്നത്. മനസ്സിൽ തോന്നുന്ന, യൂണിവേഴ്സ് തോന്നിപ്പിക്കുന്ന കാർഡുകളാണ് നമ്മൾ എടുക്കുന്നത്. അഡീഷണൽ ആയിട്ട് വരുന്ന കാർഡുകൾ, എക്സ്ട്രാ ആയിട്ട് വരുന്ന കാർഡുകൾ നമ്മളിവിടെ വെക്കുന്നു, പിന്നീട് നോക്കും. ഓക്കെ, ഒളിഞ്ഞിരിക്കുന്ന കഴിവുകളാണ്. അതിങ്ങനെ പതുക്കെ നിങ്ങളുടെ ശ്രദ്ധയിലേക്ക് പുറത്തേക്ക് വരുമ്പോൾ നമ്മളത് ലിമിറ്റ് ചെയ്യുന്നില്ല. ആദ്യം നമുക്ക് കിട്ടിയിരിക്കുന്ന കാർഡ്സ് നോക്കാം. 5 of Vessels, Tassel, 9 of Arrows, 4 of Bows, 6 of Bows, Ace of Stones, 9 of Stones, Ancestor, Queen of Arrows, King of Vessels, and 10 of Stones. അപ്പോൾ നമുക്കിവിടെ വളരെ മനോഹരമായ എനർജിയാണ് ഈ ടാരോ കാർഡുകളിലൂടെ ലഭിച്ചിരിക്കുന്നത്. നമുക്ക് ആസ്ട്രോഡയസിലൂടെ മനസ്സിലാക്കാൻ സാധിച്ചത് മേടം രാശിയിൽ 9ാം ഭാവത്തിൽ ശനി വന്നിരിക്കുന്നത് നിങ്ങളുടെ ജീവിതത്തിൽ വലിയൊരു മാറ്റത്തിന്റെ തുടക്കമായിട്ടാണ് ഇപ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. നിങ്ങളുടെ ഇപ്പോഴത്തെ സാഹചര്യങ്ങളെ നിങ്ങളുടെ ഉള്ളിലെ അല്ലെങ്കിൽ ഉള്ളിൽ മറഞ്ഞിരിക്കുന്ന ഈ കഴിവുകൾ കൊണ്ട് എങ്ങനെ മറികടക്കാം എന്ന് നമുക്കൊന്ന് പരിശോധിക്കാം. ഇവിടെ നമുക്ക് 5 of Vessels, എറ്റസി എന്നും അതുപോലെ തന്നെ 9 of Arrows എന്ന കാർഡുമാണ് ആദ്യമായിട്ട് നമുക്ക് ലഭിച്ചിരിക്കുന്നത്. ഇത് മാനസികമായ അസ്വസ്ഥതകളെയും നിങ്ങളുടെ ഒരു ഇൻറ്റ്യൂഷനെയും ഒക്കെ സൂചിപ്പിക്കുന്ന ഒരു എനർജിയാണ്. അതായത് നിങ്ങളിപ്പോൾ കടന്നു പോകുന്ന ചില നിരാശകളെയും ഉറക്കമില്ലാത്ത രാത്രികളെയും ആകുലതകളെയും ഒക്കെയാണ് സൂചിപ്പിക്കുന്നത്. പ്രസന്റിൽ നിങ്ങൾ അത്ര സ്വസ്ഥതയോടു കൂടിയുള്ള, സമാധാനത്തോടു കൂടിയുള്ള ഒരു എനർജിയിലല്ല ഉള്ളത്. കഴിഞ്ഞ കാലത്തെ നഷ്ടങ്ങളെ കുറിച്ചോർത്ത് നിങ്ങൾ ഒരുപാട് സങ്കടപ്പെടുന്നുണ്ട്. എന്നാൽ ഇതിനെ മറികടക്കാൻ നിങ്ങളുടെ ഉള്ളിൽ തന്നെയുള്ള ഒരു വലിയ കഴിവാണ് ഇവിടെ ആൻസെസ്റ്റർ കാർഡിലൂടെയും അതുപോലെ തന്നെ ഇവിടെ വന്നിരിക്കുന്ന ഹെറോൺ, ദ കിങ് ഓഫ് വെസൽസ് എന്ന കാർഡിലൂടെയും നമുക്ക് യൂണിവേഴ്സ് കാണിച്ചു തരുന്നത്. അതായത് കാര്യങ്ങളെ വൈകാരികമായിട്ട് കാണാതെ വളരെ ആഴത്തിൽ മനസ്സിലാക്കാനുള്ള ഒരു പ്രത്യേക ഉൾക്കാഴ്ചയും ജ്ഞാനവും നിങ്ങൾക്കുണ്ട്. അത് നമ്മൾ ഈ ആസ്ട്രോഡയസിന്റെ എനർജിയിൽ തന്നെ കണ്ടതാണ്. ഈ സങ്കടക്കടലിൽ നിന്ന്, ഇപ്പോഴുള്ള ഈ ഒരു വിഷമസ്ഥിതിയിൽ നിന്ന് നിങ്ങളുടെ മനസ്സിനെ ശാന്തമാക്കാനും മറ്റുള്ളവർക്ക് പോലും വഴികാട്ടിയാകാനും നിങ്ങളുടെ ഈ ഒരു ഉൾക്കരുത്തിന് സാധിക്കും. അത്രയും ശക്തമായ ഒരു ആത്മാവാണ് നിങ്ങൾക്കുള്ളത്. അതിന് നിങ്ങളുടെ ആൻസസ്റ്റേഴ്സിന്റെ ഒക്കെ കരുത്തും പിന്തുണയും നിങ്ങൾക്കുണ്ട്. ഇപ്പോൾ നിങ്ങളുടെ ഒരു അവസ്ഥ എന്ന് പറയുന്നത് ഒരു ദിശാബോധമില്ലായ്മ, എങ്ങോട്ടാണ് കാര്യങ്ങൾ
പോകുന്നത്, എന്റെ ജീവിതം എങ്ങോട്ടാണ് ഈ നീങ്ങുന്നത്, എന്റെ കഴിവുകൾക്ക് അംഗീകാരം കിട്ടുന്നില്ലല്ലോ എന്ന ചിന്തകൾ ഇപ്പോൾ നിങ്ങളുടെ മുന്നോട്ടുള്ള വഴിയെ തടസ്സപ്പെടുത്തുന്നുണ്ട്. ഇവിടെയാണ് ക്യൂൻ ഓഫ് ആരോസിന്റെ പ്രസക്തി. അതായത് ഈ കാർഡ് നിങ്ങളുടെ കഴിവിനെ പുറത്തെടുക്കാൻ ശേഷിയുള്ള എനർജിയാണ് പുറപ്പെടുവിക്കുന്നത്. പ്രതിസന്ധികളിൽ തളരാതെ വളരെ വ്യക്തതയോടെയും ബുദ്ധിപരമായും തീരുമാനങ്ങൾ എടുക്കാനുള്ള ഒരു തന്ത്രപരമായ ഒരു സ്ട്രാറ്റജിക് മൈൻഡ് സെറ്റ് നിങ്ങൾക്കുണ്ട്. മനസ്സിന്റെ ഉള്ളിലുള്ള ഈ വ്യത്യസ്തങ്ങളായ ചിന്തകൾ, ചിന്താക്കുഴപ്പങ്ങൾ മാറ്റി നിർത്തി കൃത്യമായ ഒരു ലക്ഷ്യത്തിലേക്ക് ഫോക്കസ് ചെയ്താൽ വലിയൊരു വിജയവും അംഗീകാരവും നിങ്ങളെ കാത്തിരിക്കുന്നുണ്ട് എന്നാണ് ഈ പറയുന്ന 6 ഓഫ് വാൻഡ്സ്, അതായത് 6 ഓഫ് ബോസ് എന്ന് പറയുന്ന കാർഡ് നമുക്ക് കാണിച്ചു തരുന്നത്. നിങ്ങൾക്ക് ഭാവിയെക്കുറിച്ച് കടുത്ത ആശങ്കയും അല്ലെങ്കിൽ നിങ്ങളുടെ സാമ്പത്തികമോ ജീവിത സാഹചര്യങ്ങളിലോ ഒരു സ്ഥിരതയില്ലായ്മയും ഉള്ളതായിട്ട് നിങ്ങൾക്കിപ്പോൾ തോന്നുന്നുണ്ടാകാം. ചിലപ്പോൾ അങ്ങനത്തെ ഒരു അവസ്ഥയിലായിരിക്കാം നിങ്ങളുള്ളത്, അങ്ങനത്തെ ഒരു സാഹചര്യത്തിൽ കൂടി ആയിരിക്കാം നിലവിൽ നിങ്ങൾ കടന്നു പോകുന്നത്. എന്നാൽ നിങ്ങളുടെ ജീവിതത്തിന്റെ അടിത്തറ തന്നെ മാറ്റാൻ പോകുന്ന 3 കാർഡുകളാണ്, 3 എനർജീസ് ആണ് നമുക്കിവിടെ ലഭിച്ചിട്ടുള്ളത്. ഏസ് ഓഫ് സ്റ്റോൺസ്, 9 ഓഫ് സ്റ്റോൺസ്, അതുപോലെ തന്നെ 10 ഓഫ് സ്റ്റോൺസ്. ദ ഫൗണ്ടേഷൻ ഓഫ് ലൈഫ്, കണ്ടോ, അടിത്തറ തന്നെയാണ്, ജീവിതത്തിന്റെ അടിത്തറ. ട്രഡീഷൻ ആൻഡ് ഹോം, ഇതാണ് ഈ എനർജീസ്. ഒരു കംപ്ലീറ്റ് ആയിട്ട് ഒരു 0 നിന്ന് പോലും നിങ്ങളുടെ വിജയം കെട്ടിപ്പടുക്കാൻ വേണ്ടിയിട്ട് കപ്പാസിറ്റി ഉള്ള ആളുകളാണ് നിങ്ങൾ. അതായത് ഒരു വലിയൊരു സാമ്രാജ്യം കെട്ടിപ്പടുക്കാൻ, ഒന്നുമില്ലാത്ത അവസ്ഥയിൽ നിന്ന് അങ്ങനെ ഒരു വലിയ സാമ്രാജ്യം പോലും കെട്ടിപ്പടുക്കാൻ ശേഷിയുള്ള ഒരു അത്ഭുതകരമായ പ്രായോഗിക ബുദ്ധിയും അധ്വാന ശേഷിയും നിങ്ങളുടെ ഉള്ളിൽ ഒളിഞ്ഞു കിടപ്പുണ്ട് എന്നാണ് ഇതിൽ നിന്നും മനസ്സിലാക്കാൻ സാധിക്കുന്നത്. നിലവിലെ പ്രതിസന്ധികളെ ഒരവസരമാക്കി മാറ്റി സ്വന്തം കാലിൽ നിൽക്കാനും കുടുംബത്തിന് വലിയൊരു സാമ്പത്തിക സുരക്ഷിതത്വം, അതാണ് ഈ ഹോം കാർഡിലൂടെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. കുടുംബത്തിന് വലിയൊരു സാമ്പത്തിക സുരക്ഷിതത്വം ഉണ്ടാക്കാനും ഈ കഴിവിലൂടെ നിങ്ങൾക്ക് സാധിക്കും എന്ന ഉറപ്പാണ് യൂണിവേഴ്സ് നമുക്ക് ഇവിടെ കാണിച്ചു തരുന്നത്. നിങ്ങൾ ഇപ്പോൾ ഇതൊക്കെ കേൾക്കുമ്പോഴും ചിന്തിക്കുന്നുണ്ടാവും, എനിക്ക് അങ്ങനെ എന്തെങ്കിലും കഴിവുണ്ടോ, എനിക്ക് അറിയില്ല, എനിക്ക് ഇതുവരെ അനുഭവപ്പെട്ടിട്ടില്ല. അത് നിങ്ങളുടെ ഉള്ളിൽ ഒളിഞ്ഞു കിടക്കുന്ന ഈ കഴിവുകളെ പുറത്തേക്ക് കൊണ്ടുവരാൻ വേണ്ടിയിട്ട് നിങ്ങളെ കൊണ്ട് ചിന്തിപ്പിച്ച് ആ കൺഫ്യൂഷൻ മാറ്റി നിങ്ങളുടെ ഉള്ളിന്റെ ഉള്ളിൽ നിന്ന് ആ ഒളിഞ്ഞിരിക്കുന്ന അതിന്റെ ഒരു മുള പൊട്ടി പുറത്തേക്ക് വരാൻ വേണ്ടിയിട്ട് ആണ് യൂണിവേഴ്സ് ഈ പരീക്ഷണങ്ങൾ നടത്തുന്നത്. ഈ ഒരു പ്രതിസന്ധിയിലൂടെ, ഈ ഒരു ഡൈലമ്മയിലൂടെ നിങ്ങളെ കൊണ്ടുപോകുന്നത്. നിങ്ങൾ ഇപ്പോൾ അനുഭവിക്കുന്ന പ്രയാസങ്ങൾ നിങ്ങളുടെ ഉള്ളിലെ ഈ വലിയ കഴിവുകളെ ഉണർത്താൻ വേണ്ടിയുള്ള യൂണിവേഴ്സിന്റെ പരീക്ഷണങ്ങൾ മാത്രമാണെന്ന് ആദ്യം നമ്മൾ മനസ്സിലാക്കുക. സങ്കടങ്ങൾ മാറ്റിവെച്ച് നിങ്ങളുടെ ഈ കഴിവുകളെ വിശ്വസിച്ച് മുന്നോട്ട് പോവുക. വലിയൊരു വിജയവും ആഘോഷവുമാണ് നിങ്ങളെ കാത്തിരിക്കുന്നത്. നമുക്ക് എക്സ്ട്രാ കിട്ടിയിരിക്കുന്ന കാർഡുകൾ കൂടി നോക്കാം. ഇതെങ്ങനെയാണ് നിങ്ങളുടെ ലൈഫിൽ അനുഭവപ്പെടുക, എന്തെങ്കിലും സൂചനകൾ ഉണ്ടോ എന്ന് നോക്കാം. മിറർ, സ്റ്റാഗ്, ഗ്രീൻ വുമൻ, 9 ഓഫ് ബോസ്, 10 ഓഫ് ബോസ്. അപ്പോൾ ഈ പരീക്ഷണ ഘട്ടത്തിലൂടെ നിങ്ങളുടെ കഴിവുകൾ എങ്ങനെയാണ് ഓരോന്നായിട്ട് പുറത്തേക്ക് വരാൻ പോകുന്നതെന്നാണ് ഈ കാർഡുകൾ, ഈ 5 കാർഡുകളിലൂടെ യൂണിവേഴ്സ് നമുക്ക് കാണിച്ചു തരുന്നത്. ഇതൊരു വലിയ ഒരു ട്രാൻസ്ഫോർമേഷന്റെ എനർജിയാണ് ഇവിടെ നമുക്ക് ലഭിച്ചിരിക്കുന്നത്. മിറർ എന്ന് പറയുന്നത് ഒരു സ്വയം തിരിച്ചറിവിന്റെ ആദ്യപടിയാണ്, ഒരു കണ്ണാടിയാണ്. ഈ പ്രതിസന്ധി ഘട്ടത്തിൽ യൂണിവേഴ്സ് നിങ്ങളുടെ മുന്നിലേക്ക് വെച്ചു തരുന്ന ആദ്യത്തെ കാർഡാണിത്, ആദ്യത്തെ ഒരു അവസരം. കണ്ണാടി എപ്പോഴും സത്യം മാത്രമേ കാണിക്കൂ, അല്ലെ? ഇപ്പോൾ നിങ്ങൾ അനുഭവിക്കുന്ന ഈ ഒറ്റപ്പെടലും ബുദ്ധിമുട്ടുകളും നിങ്ങളുടെ ഉള്ളിലേക്ക് തന്നെ തിരിഞ്ഞു നോക്കാൻ നിങ്ങളെ നിർബന്ധിതനാക്കും. ആരാണ് നിങ്ങൾ? ഞാൻ ആരാണ്? എന്റെ യഥാർത്ഥ മൂല്യം എന്താണ്? ഞാൻ എന്തിനാണ് മറ്റുള്ളവർക്ക് വേണ്ടി എന്റെ ജീവിതം കളയുന്നത്? എന്ന് തുടങ്ങിയ നിരവധി ചോദ്യങ്ങൾ നിങ്ങളുടെ ഉള്ളിൽ വരും, അനേകമായിട്ടുള്ള ചോദ്യങ്ങൾ. അതിന് നിങ്ങൾ ഈ ആത്മപരിശോധനയിലൂടെ ഇപ്പോൾ നിങ്ങളുടെ ലൈഫിൽ നടക്കുന്ന ഈ ഒരു ഘട്ടത്തിലൂടെ കടന്നു പോകുമ്പോൾ നിങ്ങൾ ഒന്ന് സ്വയം പരിശോധിച്ച് ഒരു മെഡിറ്റേഷൻ പ്രോസസ്സിലൂടെ കടന്നു പോവുകയോ, നമ്മുടേതായ ചില എഫേർട്സ് ബോധപൂർവമായിട്ട് അതിന് വേണം. യൂണിവേഴ്സ് ഇതാണ് നമ്മളിലൂടെ ഇപ്പോഴത്തെ നൽകുന്ന സാഹചര്യങ്ങളിലൂടെ നമ്മളിലേക്ക് എത്തിക്കാൻ ഉദ്ദേശിക്കുന്നത്, ഈ പ്രോസസ് ആണ് എന്ന് നമുക്ക് മനസ്സിലാകുന്ന സ്ഥിതിക്ക് നമ്മൾ ചെയ്യേണ്ടത് ആ ആത്മപരിശോധന നമ്മൾ നടത്തുക എന്നുള്ളതാണ്. നമ്മളെ അധികം സ്ട്രെസ് ചെയ്യിക്കാതെ മറ്റാരും കാണാത്ത നിങ്ങളുടെ യഥാർത്ഥ കഴിവുകളെ നിങ്ങൾ ആദ്യം സ്വയം തിരിച്ചറിയുക എന്നുള്ളതാണ്. അതിനു വേണ്ടിയിട്ടുള്ള ഒരു സാഹചര്യം ആണ് ഇപ്പോൾ ഉള്ളതെന്ന് മനസ്സിലാക്കി പ്രതിസന്ധികളെ നിങ്ങളെ വിഷമിപ്പിക്കുന്നതിൽ നിന്ന് നിങ്ങൾ അകറ്റി നിർത്തുക. ഈ പ്രതിസന്ധികൾ നിങ്ങളുടെ
കണ്ണു തുറപ്പിക്കുന്ന നിമിഷത്തിലൂടെ അല്ലെങ്കിൽ സാഹചര്യങ്ങളിലൂടെയാണ് നിങ്ങളിപ്പോൾ കടന്നു പോകുന്നത്. പോസിറ്റീവായിട്ട് ആ കാര്യത്തെ അതുകൊണ്ട് തന്നെ കാണുക. അടുത്തതായിട്ട് നമുക്ക് ലഭിച്ചിരിക്കുന്നത് സ്റ്റാഗ്, ഒരു മാനാണത്. സ്റ്റാഗ് എന്ന് പറഞ്ഞാൽ ആൺമാനാണ്. ഉള്ളിലെ ആത്മവിശ്വാസവും കരുത്തിനെയും ഉണർത്തുന്ന ഒരു എനർജിയാണ്. നിങ്ങൾ സ്വയം തിരിച്ചറിഞ്ഞു കഴിഞ്ഞാൽ അടുത്തതായിട്ട് സംഭവിക്കുന്നത് ഈ സ്റ്റാഗ് കാർഡിന്റെ എനർജിയിലൂടെ നമുക്ക് യൂണിവേഴ്സ് നൽകുന്ന കാര്യമാണ്. ഇത് പറയുന്നത്, ഈ സ്റ്റാഗ് എന്ന് പറയുന്നത് കാർഡിന്റെ രാജാവാണ്, അഭിമാനത്തിന്റെയും കരുത്തിന്റെയും പ്രതീകമാണ്. ഈ പരീക്ഷണങ്ങൾ നിങ്ങളെ തളർത്തുകയല്ല, നിങ്ങളുടെ ഉള്ളിലെ ആൺമാനെ പോലെയുള്ള ആത്മവിശ്വാസത്തെയും വന്യമായ കരുത്തിനെയും പുറത്തെടുക്കുകയാണ് ചെയ്യുക. ഇത്രയും കാലം ഒതുങ്ങിക്കൂടിയ മടിച്ചു നിന്ന ആ പഴയ സ്വഭാവമൊക്കെ മാറി സ്വന്തം അവകാശങ്ങൾക്കും ലക്ഷ്യങ്ങൾക്കും വേണ്ടി തല ഉയർത്തി നിൽക്കാനുള്ള ആർജവം ഈ ഘട്ടത്തിൽ നിങ്ങൾ നേടിയെടുക്കും എന്നുള്ളതാണ്. തൊട്ടടുത്ത് കടന്നു വരുന്നത് ഗ്രീൻ വുമൺ ആണ്. സർഗാത്മകതയുടെയും പുതിയ തുടക്കങ്ങളുടെയും ഉദയമാണ് ദ ഗ്രീൻ വിമൻ നൽകുന്നത്. കരുത്ത് വീണ്ടെടുത്തു കഴിഞ്ഞാൽ നിങ്ങളുടെ ഉള്ളിലെ ക്രിയേറ്റിവിറ്റി പൂർണ്ണമായിട്ടും ഉണരും. യൂണിവേഴ്സിന്റെ ജീവസുറ്റ എനർജിയാണ് ഗ്രീൻ വുമൺ. വരണ്ട മണ്ണിൽ പുതിയ മുളകൾ ഉണ്ടാകുന്നത് പോലെ നിങ്ങളുടെ ഉള്ളിൽ പുതിയ ആശയങ്ങളും പ്രായോഗിക ബുദ്ധിയും വികസിക്കാൻ തുടങ്ങും. ജോലിയിലോ അല്ലെങ്കിൽ ബിസിനസ്സിലോ അതുമല്ല നിങ്ങളുടെ കരിയറിൽ വലിയ മാറ്റങ്ങൾ കൊണ്ടുവരാൻ പോകുന്ന ചിന്തകൾ ഈ സമയത്ത് നിങ്ങളുടെ മനസ്സിലേക്ക് ഒഴുകിയെത്തും. നിങ്ങളുടെ ഒളിഞ്ഞുകിടന്ന കഴിവുകൾ വെറും ചിന്തകൾ മാത്രമാകാതെ പ്രായോഗികമായി ഫലം തരുന്ന രീതിയിലേക്ക് വളരുന്നത് ഈ ഘട്ടത്തിലായിരിക്കും. അടുത്ത നമുക്ക് ലഭിച്ചിരിക്കുന്ന 9 ഓഫ് ബോസ്, ദ റെസ്പെക്ട് എന്ന് പറയുന്ന എനർജി കഠിനമായ പോരാട്ടവും പ്രതിരോധവുമാണ് കാണിക്കുന്നത്. കഴിവുകൾ പുറത്തെടുത്ത് നിങ്ങൾ മുന്നോട്ട് പോകുമ്പോൾ പ്രശ്നങ്ങൾ പൂർണ്ണമായി മാറിക്കഴിഞ്ഞിട്ടാവണമെന്നില്ല. പക്ഷെ ഒരു മാറ്റം ഉണ്ടാകുന്നത് പഴയതുപോലെ നിങ്ങൾ സങ്കടപ്പെട്ട് കരഞ്ഞിരിക്കുകയായിരിക്കില്ല. ഒരു യോദ്ധാവിനെ പോലെ പ്രതിസന്ധികളെ നേരിടാൻ സജ്ജമായി കഴിഞ്ഞു എന്നുള്ളതാണ് നിങ്ങൾക്ക് വരുന്ന മാറ്റം. എത്രയൊക്കെ തടസ്സങ്ങൾ വന്നാലും ആളുകൾ എതിർത്താലും ഞാൻ തോറ്റുകൊടുക്കില്ല എന്ന ശക്തമായ ഒരു പ്രതിരോധ മനസ്സ്, റെസിലിയൻസ്, ഈ പരീക്ഷണം നിങ്ങളിൽ ഉണ്ടാക്കിയെടുക്കും. ഈ പോരാട്ട വീര്യമാണ് നിങ്ങളുടെ കഴിവുകളെ കൂടുതൽ മൂർച്ചയുള്ളതാക്കുന്നത്. ഒരു റെസ്പെക്റ്റബിൾ പേഴ്സൺ ആയിട്ട് നിങ്ങൾ മാറും. നിങ്ങൾക്ക് സ്വയം ഒരു ആത്മാഭിമാനവും ബഹുമാനവും നിങ്ങളോട് തന്നെ തോന്നും. അത് മറ്റുള്ളവരിൽ നിന്ന് അത്തരത്തിലുള്ള എനർജി നിങ്ങളിലേക്ക് അട്രാക്ട് ചെയ്യിപ്പിക്കും. അവസാനമായിട്ട് 10 ഓഫ് ബോസ് ആണ്. അതായത് ഏറ്റവും കഠിനമായ ഭാരവും പേറിയാണ് നിങ്ങൾ നടക്കുന്നത്. പക്ഷെ അതിന്റെ അന്ത്യഘട്ടത്തിലാണ് നിങ്ങൾ. ഈ യാത്രയുടെ അവസാന ഘട്ടത്തിലാണ് നിങ്ങൾ. എപ്പോഴും ഒരു സൈക്കിളിന്റെ പൂർത്തീകരണത്തെയാണ് 10 എന്ന് പറയുന്ന കാർഡ് സൂചിപ്പിക്കുന്നത് ടാരോയിൽ. ഇത്രയും കാലം നിങ്ങൾ ചുമലിലേറ്റിയ മാനസിക വിഷമങ്ങളുടെയും കഠിനാധ്വാനത്തിന്റെയും ആ വലിയ ഭാരം അല്ലെങ്കിൽ ആ ബേർഡൻ അവസാനിക്കാൻ പോവുകയാണ്. ഈ പ്രതിസന്ധികളെയെല്ലാം വിജയകരമായി മറികടന്ന് നിങ്ങളുടെ ലക്ഷ്യസ്ഥാനത്ത് നിങ്ങൾ എത്തിച്ചേരുമെന്നുള്ളതാണ് നമുക്ക് ഇവിടെ യൂണിവേഴ്സ് നൽകുന്ന ഉറപ്പ്. ഈ കാർഡുകളിലൂടെ എല്ലാം ഈ പരീക്ഷണങ്ങളിലൂടെ കടന്നുപോയത് കൊണ്ട് മാത്രം നിങ്ങൾ കൂടുതൽ ശക്തരും അനുഭവ സമ്പത്തുള്ളവരും ജീവിതത്തിൽ ആർക്കും തകർക്കാൻ കഴിയാത്ത വിധം ഉയരങ്ങളിൽ എത്തിയ ഒരു വ്യക്തിയുമായി മാറിയിട്ടുണ്ടാവും. ഇങ്ങനെയുള്ള സാഹചര്യങ്ങളിലൂടെ കടന്നു പോയില്ലെങ്കിൽ ഒരിക്കലും നിങ്ങൾക്ക് നേരത്തെ നമ്മൾ ഇവിടെയൊക്കെ കണ്ടതുപോലെ ഏസ് ഓഫ് സ്റ്റോൺസിലെ പോലെ ജീവിതത്തിന്റെ ഒരു അടിത്തറ പാകാൻ കഴിയില്ലായിരുന്നു. ശക്തമല്ലാത്ത അടിത്തറയിലാണെങ്കിൽ എന്ത് പണിതാലും അത് തകർന്നു വരും. പക്ഷെ ഇവിടെ ശക്തമായ അടിത്തറ പണിതുകൊണ്ടാണ് നിങ്ങൾ മുന്നോട്ട് പോകുന്നത് എന്നുള്ളതാണ്. നിങ്ങളുടെ ജീവിതത്തിൽ ഇപ്പോൾ നിങ്ങൾക്ക് തോന്നുന്ന പ്രതിസന്ധികൾ അല്ലെങ്കിൽ നിങ്ങൾ ഫേസ് ചെയ്യുന്ന സങ്കടകരമായ കാര്യങ്ങൾ, നഷ്ടങ്ങൾ, ഇതൊന്നും തന്നെ യൂണിവേഴ്സ് നിങ്ങളെ തകർക്കാൻ വേണ്ടിയല്ല. ഈ പ്രതിസന്ധികളിൽ നിന്നും പാഠങ്ങൾ ഉൾക്കൊണ്ട് ഒരു കണ്ണാടിയിലൂടെ നിങ്ങളെ സ്വയം കാണിച്ചു തരാനും സ്റ്റാഗിനെ പോലെ ശക്തനാക്കാനും ഗ്രീൻ വുമണിനെ പോലെ പുതിയൊരു ജീവിതം സൃഷ്ടിച്ചെടുക്കാനുമാണ്. ഈ പരീക്ഷണങ്ങൾ അവസാനിക്കുമ്പോൾ നിങ്ങളുടെ ഒളിഞ്ഞിരിക്കുന്ന കഴിവുകൾ, നമ്മൾ ആദ്യം കണ്ട മേടം രാശിയിൽ 9ാം ഭാവത്തിൽ നിൽക്കുന്ന ശനിയുടെ കഴിവുകൾ പുറത്തു വരികയും നിങ്ങൾ ജീവിതത്തിന്റെ വലിയൊരു വിജയത്തിലേക്ക് നടന്നു കയറുകയും ചെയ്യുമെന്നാണ് യൂണിവേഴ്സ് നമ്മളോട് ഉറപ്പിച്ചു പറയുന്നത്. ഓക്കെ, അപ്പോൾ പോസിറ്റീവായിട്ട് ശുഭാപ്തി വിശ്വാസത്തോടു കൂടി നിങ്ങൾ സങ്കടങ്ങളൊക്കെ മാറ്റിവെച്ച് മുന്നോട്ട് തന്നെ പോയിക്കോളൂ. വിജയം നിങ്ങൾക്ക് ഉറപ്പാണ്. നിങ്ങൾക്ക് ഈ റീഡിംഗ് ഇഷ്ടമായെങ്കിൽ തീർച്ചയായിട്ടും ലൈക്കും കമന്റും സബ്സ്ക്രൈബും എല്ലാം ചെയ്യണം. നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്തായാലും നിങ്ങൾക്ക് ഇത് എങ്ങനെയാണ് റെസനേറ്റ് ആയത് എന്നതുൾപ്പെടെയുള്ള കാര്യങ്ങൾ നിങ്ങൾ എന്തായാലും പങ്കുവയ്ക്കണം. ഓക്കെ, അപ്പോൾ മറ്റൊരു റീഡിങ്ങുമായിട്ട് വീണ്ടും കാണാം. ബൈ.